ഡിന്നി, ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് ഈ പറഞ്ഞ ഇസ്രായേൽ അവരുടെ കയ്യേറ്റ മേഖലകളിൽ നിന്ന് പിന്മാറി 2 നേഷൻ സൊല്യൂഷൻ എന്നത് തന്നെയാണ് ശാശ്വത പരിഹാരം എന്നുള്ള രാജ്യത്തിന്റെ നിലപാട്. ഇപ്പോൾ ഹമാസിനെ ഭീകരവാദ പ്രസ്ഥാനം എന്നൊക്കെ ഷാബുവും ശ്രീ മോഹൻപിള്ളയൊക്കെ തീവ്രവാദം എന്ന് പറയുമ്പോഴും രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഹമാസിനെ ഒരു തീവ്രവാദ പ്രസ്ഥാനമായി നോട്ടിഫൈ ചെയ്തിട്ടില്ല. ഏറ്റവും ഒടുവിൽ വന്ന ഇതിനകത്തും രാജ്യസഭയിൽ നിന്ന് മീനാക്ഷി ലേഖി അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അരിന്തം ബാഗ്ചി അതിനോട് അനുകൂലം പ്രതികരിച്ചിട്ടുമില്ല. പോട്ടെ, അത് മറ്റൊരു വിഷയം. പക്ഷേ ഇനി ഹമാസ് ഭീകരവാദ പ്രസ്ഥാനമാണെന്ന് കരുതുന്ന വലിയൊരു വിഭാഗമുണ്ടെങ്കിൽ അവർ ഭീകരവാദ പ്രസ്ഥാനമല്ല, അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്ന് കരുതുന്ന വലിയൊരു വിഭാഗം വേറെയുണ്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ. ഡിന്നി, ഇവർ ഒരു സൈനിക ശക്തിയുള്ള ഗ്രൂപ്പ് മാത്രമാണ് എന്ന് കരുതിയെടുത്ത് ഇസ്രായേലിനെ പിഴയ്ക്കുന്നുണ്ടോ? താങ്കൾ ഒക്കെ ആദ്യ ദിവസത്തെ ചർച്ചയിലൊക്കെ പറയുന്നത് പോലെ ഹമാസ് എന്ന് പറയുന്ന ഒരു ആശയമാണ്, അതിനെ ഉന്മൂലനം ചെയ്യൽ ആശയപരമായി മാത്രമേ സാധ്യമാകൂ എന്ന തിരിച്ചറിവ് ഇല്ലാതെ പോയോ ഇസ്രായേലിന് രാഷ്ട്രീയമായി? ശ്രീ ഡിന്നി, നോക്കൂ ശ്രീ ഹാഷ്മി, ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിൽ ചില സൈനികരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കാണും. ഈ സൈനിക ലക്ഷ്യങ്ങൾ വരുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തിലാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? അവിടുത്തെ പൊതു ജനവികാരം എങ്ങനെയാണോ അതിൻ്റെ വലിയൊരു ഘടകമാണ് ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വരുന്നത്. അപ്പം ഈ ഇസ്രായേൽ വാർ തുടങ്ങിയ സമയത്ത് ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ള വലിയൊരു വികാരമായിരുന്നു. കാരണം അത്രമാത്രം ഒരു 251 ആളുകളെ കൊണ്ടുപോയി. അതിനകത്ത് കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, വയസ്സായ ആളുകളുണ്ട്. അപ്പോൾ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യവും അതുപോലെ തന്നെ സൈനികരമായിട്ടുള്ള ലക്ഷ്യം തീർച്ചയായിട്ടും ഉണ്ട്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിരിച്ചടി, ഒരു പ്രതികാരം നടത്തണം എന്നുള്ള ഒരു മനോഭാവം അപ്പോഴവിടെ ഉണ്ടായിരുന്നു. കാരണം 1000-ൽ മുകളിൽ ആളുകളെയാണ് അവർ ക്രൂരമായിട്ട് അവിടെ കൊന്നിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ ഒരു പ്രതികാര നടപടി വേണം എന്നുള്ള ഒരു വികാരം അപ്പോഴും ഉണ്ട്. അപ്പോൾ അതാണ് ഈ യുദ്ധത്തിൻ്റെ തുടക്കം. പക്ഷേ ആ തുടക്കം കഴിഞ്ഞ് നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഈ ഒരു ഗാസയിലോട്ട് എൻ്റർ ചെയ്തെന്ന് പറഞ്ഞാൽ അത് 23 ലക്ഷം ആളുകൾ 40/12 സ്ക്വയർ കിലോമീറ്റേഴ്സിൻ്റെ ആ ഒരു ഏരിയയിൽ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ ആണ്. ഒരു കാരണവശാലും അവിടെ മിലിറ്ററി ഒബ്ജക്റ്റീവ്സ് അവർക്ക് ഒരിക്കലും നേടാൻ സാധിക്കില്ല. കാരണം നമുക്ക് കാശ്മീരിലൊക്കെ ഉള്ള അനുഭവമുണ്ട്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമത്തിൽ തന്നെ മൊത്തം സെർച്ച് ചെയ്യണമെങ്കിൽ തന്നെ അതിനകത്ത് എത്രമാത്രം സോൾജേഴ്സ് വേണം, അതുപോലെ തന്നെ അത് ചെയ്താൽ തന്നെ ഈ ആളുകൾ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരുന്നാൽ തന്നെ ഒന്നും അറിയാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഹമാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ യൂണിഫോം ഇട്ട് അങ്ങനത്തെ ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു ഇതല്ല. അവർ വളരെ പെട്ടെന്ന് തന്നെ അവർ സിവിലിയൻ ഓർഗനൈസേഷനിലേക്ക് മാറും. അവർക്ക് ഭീകരവാദം നടത്തുന്ന സമയത്ത് അവർ അങ്ങോട്ട് മാറും. സോ അതൊരു വലിയൊരു ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു രീതിയല്ല. അപ്പം സൈനികമായിട്ട് അവരെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ പറ്റത്തില്ല എന്നുള്ളത് നേരത്തെ അറിയുന്ന കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നു IDF-ലും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് IDF-ന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് ദർ ആർ നോ മിലിറ്ററി ഒബ്ജക്റ്റീവ്സ് ഇൻ ഗാസ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ പുറത്താക്കേണ്ടി വന്നത്. അതായത് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറയാണ് ഇസ്രായേൽ ഗാസയ്ക്കുള്ളിനകത്ത് സൈനികമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സും ഇല്ല എന്ന്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് തന്നെ വന്നെത്തും. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യുക, എങ്ങനെയാണ് മോചിപ്പിക്കാൻ സാധ്യത? നേരത്തെ ശ്രീ ഷാജു പറഞ്ഞതിനകത്ത് ഒരു വാസ്തവമുണ്ട്. അതായത് ഈ ഇത്രയും രീതിയിൽ ചെന്ന് മിലിറ്ററി ഉപയോഗിച്ച് അവരെ ചെന്ന് ഈ മോചിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ കാഷ്വാലിറ്റീസ് ധാരാളം ഉണ്ടാവും. ഇപ്പൊ തന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഏതെങ്കിലും തരത്തിലൊരു കെനിയയും അല്ലെങ്കിൽ ഹമാസും തമ്മിലുള്ള യുദ്ധത്തെ പറ്റിയല്ല. നമ്മൾ സംസാരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന മിലിറ്ററി മൈറ്റുള്ള, അമേരിക്കൻ പിന്തുണയുള്ള, ഇനഫ് ഫണ്ടുള്ള, ഇനഫ് ആയുധങ്ങളുള്ള ഒരു വലിയ രാജ്യത്തിൻ്റെ സൈന്യവും ഹമാസ് എന്ന് പറയുന്ന താങ്കൾ ഈ പറഞ്ഞതുപോലെ ഓർഗനൈസ്ഡ് അല്ലാത്തൊരു ഗ്രൂപ്പും തമ്മിലുള്ള ഒരു യുദ്ധത്തെ പറ്റിയാണ് നമ്മൾ അത് പലസ്തീൻ്റെ ആർമി പോലും അല്ലല്ലോ ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പുകൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് കുറേയധികം ആയുധങ്ങളുള്ള ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന് പേരിൽ ബോംബിട്ട് അവിടുത്തെ സാധാരണക്കാരെ കുഞ്ഞുങ്ങളെ കൊല്ലാം. അത് വലിയ മിടുക്കൊന്നുമല്ലല്ലോ. 46,000-ൽ 37,000 പേരും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അവർ അച്ചീവ് ചെയ്തു. ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ പറയുന്ന ഇവരെ ഞങ്ങൾ ഈ ബന്ദികളെ ലൊക്കേറ്റ് ചെയ്തു, അവരിരിക്കുന്നത് ഇന്ന സ്ഥലത്താണ്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാത്തത് അത് അവരുടെ ജീവന് ഭീഷണിയാണ് എന്നുപോലും പറയാൻ കഴിയാത്ത രീതിയിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈനിക മൈറ്റ് അല്ലെങ്കിൽ അത്രത്തോളം മൈറ്റി ആണെങ്കിൽ, അത്രത്തോളം പ്രിസൈസ് ആണെങ്കിൽ അവർക്ക് അതെങ്കിലും സാധ്യമാകേണ്ടതല്ലേ? ഈ ചെറിയൊരു പ്രദേശത്ത് ഈ ദിവസങ്ങളിൽ അത്രയും അവർക്കത് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് നാണക്കേടല്ലേ ഡിന്നി? ഒരു പരിധി വരെ അവർക്കതൊരു ഫെയിലിയറായിട്ട് തന്നെ കാണേണ്ടി വരും. കാരണം എനിക്ക് തോന്നുന്നു ഈവൻ ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം പ്രഷർ ഉണ്ടായിരുന്നു. ഈ ബന്ദികളെ മോചിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഒരു സീസ് ഫയർ നടത്തി അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ഒരു പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് സൈനികരമായിട്ട് അത് ഒരു സേനയ്ക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈവൻ ഇസ്രായേൽ ഇപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്
ഒരു സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആണ് ശ്രീ ഹാഷ്മി. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലും, നോൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസും. ഇപ്പം നമ്മൾ അതിൻ്റെ വേറൊരു ഉദാഹരണം നോക്കുക. റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട്. റഷ്യ എത്രമാത്രം ഒരു വലിയൊരു ഒരു സൈനിക ശക്തിയായിരുന്നു. യുക്രൈന് ഒന്നുമില്ലായിരുന്നു, വേണമെങ്കിൽ ഒരു 4-5 ദിവസം കൊണ്ട് തീർക്കാം. പക്ഷേ ഇപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞിട്ടും നടക്കുന്നുണ്ട്. കാരണം യെസ്, അവിടെ അമേരിക്കയുടെ സപ്പോർട്ടുണ്ട്. ഇനി നമ്മൾ താലിബാന്റെ കാര്യം നോക്കും. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ എങ്ങനെയായിരുന്നു അമേരിക്ക പോലത്തെ വലിയൊരു രാജ്യം അവിടെ ഫൈറ്റ് ചെയ്തത്? അവർക്ക് രാത്രി മൊത്തം അവിടുത്തെ സൈന്യത്തിന്റെ ഗൺസും ടാങ്ക്സും അപ്പാച്ചി ഹെലികോപ്റ്റേഴ്സ് വരെ വിട്ടിട്ട് അമേരിക്കയ്ക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു സ്റ്റേറ്റും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പം ഒരിക്കലും ഒരു റിസൾട്ട് സ്റ്റേറ്റ് തന്നെ ജയിക്കും എന്നുള്ള രീതിയിൽ ഒരിക്കലും അങ്ങനെ വരാൻ ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല. അവിടെ അതുപോലെ തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചോളം നടന്നത്. എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രൊഫഷണൽസ് നന്നായിട്ട് അറിയാമായിരുന്നു അത് നടക്കത്തില്ല എന്ന്. അതുകൊണ്ടാണ് അത് പലരും അതിനെ എതിർത്തത്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ യുദ്ധം നീട്ടിക്കൊണ്ട് പോകണമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മാക്സിമം എന്തുമാത്രം ചെയ്യാൻ പറ്റും അത് ചെയ്തു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു ഡീൽ പോലും സൈൻ ചെയ്യാൻ സമയത്ത് ഡൊണാൾഡ് ട്രംപിന്റെ എൻവോയ് അവിടെ വന്ന് ലാൻഡ് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ 2 ദിവസം കഴിഞ്ഞ് കാണാം, കാരണം എനിക്കിപ്പോൾ സഭത്തിന്റെ അവധി എന്നാണ്. പക്ഷേ ട്രംപിന്റെ വളരെ വ്യക്തമായിട്ടില്ല, പറ്റത്തില്ല, ഇപ്പം തന്നെ കണ്ടേ പറ്റത്തുള്ളൂ, ഈ ഒരു ഡീൽ സൈൻ ചെയ്യണം, 20-ാം തീയതിക്ക് മുമ്പ് എനിക്ക് ഡീൽ വേണമെന്ന് ട്രംപ് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം വന്ന് സൈൻ ചെയ്യാൻ തയ്യാറായത്. സോ ഡെഫിനറ്റ്ലി അവിടുത്തെ പ്രൊഫഷണൽ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ്സ് നേടാൻ സാധിക്കില്ല. അത് ഒരു സേനയ്ക്ക് സാധിക്കത്തില്ല, ഇസ്രായേലിന് സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഒരു ആളുകളെ, ഒരു തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളെ ഒരാളെ നിങ്ങൾ കൊല്ലാം, 2 ആളെ കൊല്ലാം, 2 ആളെ കൊല്ലാൻ 4 ആൾ വീണ്ടും വരും. അപ്പോൾ അതൊന്നും ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. മിലിറ്ററി വെച്ച് നമുക്കൊരു പരിധിവരെ ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്യാം പൊളിറ്റിക്കൽ സൊല്യൂഷന് വേണ്ടി. പൊളിറ്റിക്കൽ സൊല്യൂഷൻസ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും നിൽക്കുന്ന ഒരു കാര്യം. മോഹൻപിള്ളയും ശ്രീ ഡിന്നിയും പറഞ്ഞ ഒരേ കാര്യം തന്നെയാണ്, രാഷ്ട്രീയ സൊല്യൂഷനാണ് അത്. നമ്മുടെ രാജ്യം തന്നെ പറയുന്ന പോലെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ തന്നെയാണ് അതിനുള്ള പരിഹാരം.